ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. രാവിലെ ഇന്ന് വെള്ളപ്പാണ് ചുറ്റിച്ചോണ്ടിരിക്കും. രണ്ടടുപ്പത്ത് ഉണ്ടാക്കണം കേട്ടോ. ഇപ്പോൾ ചായ ഇതൊക്കെ വെക്കണ കാരണം ഒരടുപ്പ് ഫ്രീ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കും. ചായ ഒക്കെ ഉണ്ടാക്കിട്ടോ. കൊറേ പാത്രം കഴുകാണ്, അതൊക്കെ കഴുകി ഇതിലാണ് കേട്ടോ വെള്ളപ്പത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാള് വന്ന് നേരെ വെളുക്കുമ്പോ എന്നെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ചോദിച്ചിട്ട് ഇതെന്തുട്ടാ ദിയ, ഇതെന്തുട്ടാ? അതിക്കറിയില്ല എന്താണ്? ഞാൻ കറിക്ക് അരിഞ്ഞോണ്ടിരിക്കായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഞങ്ങള് കൂട്ടാനൊക്കെ നേരത്തെ കൂട്ടാനൊക്കെ വിചാരിച്ചിട്ടോ. സമയത്ത് ഏട്ടനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്മൈൽ പ്ലീസ്. ഇതാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലത്തെ മൂത്ത ഇക്കാക എണിച്ചു വന്നിട്ടുണ്ട്. മോനിക്ക് തീരെ വയ്യ കേട്ടോ. അപ്പം അവന് ഇക്കാടൻ പുറത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഫക്കെട്ടും പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഇങ്ങനെ നകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നല്ലപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. രണ്ടടുപ്പത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ന് പണിയുള്ള ദിവസമായത് കാരണം ഒരടുപ്പിന് ഒഴിവില്ല കേട്ടോ. അവിടെ ചോറ്, വെള്ളം, ചായ, കറികൾ അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഞാനിവിടെ കഷ്ണങ്ങളൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. ബാബി ഇവിടെ ഇല്ല കേട്ടോ. ബാബിക്ക് ഇന്നലെ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പനിയായിട്ട് തീരെ വയ്യാതിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാബി അങ്ങോട്ട് പോയിക്കാതെ, അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ വോയിസ് മാത്രം കേൾക്കുന്നത്. രാവിലെ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷേ നല്ല തീരെ പറ്റില്ല എന്നൊക്കെ പിന്നെയാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഞങ്ങളിങ്ങനെ ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ബാബി പോയിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ചെരവക്കായാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി ഇതിലിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമാണ് ഇതിലിട്ടിട്ടുള്ളത്. ഇനി അതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുക. ഒരു 2-3 വിസിലടിച്ചിട്ട് ഓഫാക്കിയിടും. പിന്നെ തേങ്ങ അരച്ച് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെ കറി നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറി തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇവിടെ നമ്മുടെ വെള്ളപ്പം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് എടുക്കുന്നുണ്ട്. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ആയ കാരണം എനിക്കത് നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ ബാബീനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ചുറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് ബാബി പച്ചമുളക് പൊട്ടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള അത്രയും പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ നിന്നിട്ട് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒക്കെ ഒന്ന് ചിരകിയിട്ട് വരാം. ഇത് ഇന്നലെ പൊടിപ്പിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ നോമ്പും പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പത്തിനും ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ കഴുകി ഉണക്കി പൊടിപ്പിച്ചിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ കവറിലാക്കി വെക്കുക, പാത്രത്തിലാക്കി വെക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല കേട്ടോ. രാത്രിയാണ് കൊടുത്തത്. അപ്പോൾ അത് ഇപ്പോൾ സമയം കിട്ടിയപ്പോൾ നമ്മൾ വേഗം അതൊന്ന് പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തേങ്ങയൊക്കെ ഞാനിവിടെ ചിരകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്നിയിലേക്കും അതുപോലെ തന്നെ ഈ പരിപ്പ് കറിയിലേക്കുള്ള തേങ്ങയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ പരിപ്പ് കറിക്കുള്ളത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തിനും പരിപ്പ് ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചായ 2 ട്രിപ്പ് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ആവിക്കുള്ള വെള്ളമാണ് കേട്ടോ. നമ്മുടെ ഇല ഇട്ടിട്ട് ആവി കൊള്ളാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് തിളച്ചെടുത്തിട്ട് വേണമെങ്കിൽ കറി വെക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ ഒഴിച്ചിട്ട് ഇതിവിടെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒന്ന് ചൂടായി വരുന്നുണ്ട്, തള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് പൊട്ടിക്കാം കേട്ടോ. കടുകും കറിവേപ്പിലയും കൂട്ടി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെച്ചാൽ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ കറി സിമ്പിൾ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇവിടെ കുറച്ച് ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നിസാറിന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുറച്ച് പൊട്ടുകടലയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മുളക് പൊടി പച്ചമുളക് ഇല്ലാത്തതാണ് കേട്ടോ അത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ പരിപാടികളൊക്കെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി റെഡിയായി. അപ്പോൾ അതിന് കുറച്ച് എടുത്തിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നിസാറിന് കൊടുത്തേക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ചൂടോട് കൂടിയിട്ട് ആക്കിക്കാന്നുണ്ട്. ചിലപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും നാശമാവും കേട്ടോ. അപ്പോൾ അതിവിടെ മേശമ്മ കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കച്ചറകളൊക്കെ കിട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വീണ്ടും അടുക്കളയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് ചട്നിക്ക് വേണ്ടിയിട്ടുള്ള കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്നി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാക്കിങ് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ 2-3 ആൾക്ക് മാത്രമേ ഇന്ന് ക്ലാസ് ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരൊന്നും പറഞ്ഞേക്കുന്നില്ല, കഫക്കെട്ടായ കാരണമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവർക്ക് ഇന്ന് വെള്ളപ്പം മതി എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളപ്പൊക്കെ ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. ഈ കാക്കുള്ളതും കൂടി ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചട്നി ആക്കുകയാണ്. പിന്നെ ഇച്ചുവിന് ഇന്ന് പപ്പടം മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് പപ്പടം പൊരിച്ചതാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മേശമ്മ കൊണ്ടുവച്ച് വന്നപ്പോഴത്തേനും അടുത്ത കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം ആക്കി പാക്ക് ചെയ്തിട്ട് കുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞയച്ചു കേട്ടോ. പിന്നെ എപ്പോഴും വെള്ളപ്പ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ തീരുമാനമുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെഷീനിലുള്ളത് അവിടെ ഇട്ടിട്ടുണ്ട്, കുറച്ച് താഴത്തുണ്ട് കേട്ടോ. അതും അടുത്ത ട്രിപ്പ് മെഷീനിൽ ഇടാനുള്ളതാണ്. കടുകിനം തുടക്കുന്നൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഭാബി പോവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചു കേട്ടോ. പിന്നെ പെട്ടെന്ന് കേച്ചേരി പോകേണ്ട ആവശ്യം വന്നപ്പോൾ പിന്നെ വ്ളോഗ് എടുത്തതാണ്. അപ്പോൾ ആദ്യമോനെ ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വാശിയുണ്ട് അവന്. അപ്പോൾ എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇക്കാടെ വണ്ടിയിലാണ് പോണത്. ഉമ്മയും ഞാനും നാത്തൂനും കൂട്ടാണ് കേട്ടോ പോണത്. പിന്നെ ഭാബിക്ക് പോകാനുള്ള വണ്ടി അവിടെ വന്നിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. നമ്മളെ എമ്പിച്ചിക്കാടെ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാബി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉമ്മാക്ക് തീരെ വയ്യ, പനിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് സുഖമായിട്ട് തിരിച്ചു വരട്ടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും ഒന്ന് ദുആ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കേച്ചേരിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞു, നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചതിൽ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ. ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും വരും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ, ഓരോ ദിവസങ്ങളും നമുക്ക് വ്യത്യസ്തതയാകും. അപ്പോൾ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള ദിവസങ്ങളിലൊക്കെ വ്ളോഗ്സൊക്കെ ആയിട്ട് വരണ്ട കേട്ടോ. പിന്നെ റെസിപ്പികൾ അങ്ങനെയൊക്കെ ആയിട്ട് വരണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കേച്ചേരിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ പോകുന്നത് അക്ഷയയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് മോൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചു. പിന്നെ അതൊന്ന് ലാമിനേറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. 2 ആളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്, ഒരാളുടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് മേടിക്കുക. പിന്നെ റേഷൻ കാർഡിൽ പേര് ചേർത്തുന്ന സമയമാണല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്താനും കൂട്ടാനും വന്നിട്ടില്ല. പിന്നെ ആദ്യമോനക്ക് ആധാർ കാർഡ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി, അതൊന്ന് ലാമിനേറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റേഷൻ കാർഡിൽ പേര് ചേർത്തുന്ന പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം തന്നെ ചെയ്തിട്ട് നമ്മൾ പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ആദ്യമോന് ഭയങ്കര വാശിയാണ് കേട്ടോ, ഉറക്കം മതിയാവാണ്ട് എടുത്ത് കൊണ്ടേ കാരണം കൊണ്ട് തന്നെ ഒക്കെ നല്ലപോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ വാശി പിടിച്ചപ്പോൾ ഉമ്മ പോയിട്ട് ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഇങ്ങനത്തെ സ്ട്രോ യൂസ് ചെയ്തിട്ട് ജ്യൂസ് കുടിക്കാൻ അറിയില്ല കേട്ടോ. എപ്പോഴും അവന് ബോട്ടിലാണല്ലോ മേടിക്കാറ്. അപ്പോൾ അവനങ്ങനെ കുടിക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനത് കുടിക്കുന്നുണ്ട്. ഉണ്ണിമോളും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഉണ്ണിമോൾക്കും ഇതുപോലെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ. ഈ ബോട്ടിൽ കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവന് അടുത്ത വാശി തുടങ്ങിയിട്ടു. അങ്ങനെ ഒരു വിധത്തിൽ ഇന്നലെ പോയി വന്നു എന്ന് പറയാം. ഇന്ന് നേരെ പോയത് പാത്രങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ, അതായത് ബറയത്തിൻ്റെ അന്ന് രാവിലെ പാല് കാച്ചാന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അടുപ്പമ്മക്ക് പുതിയൊരു ചെമ്പ് ഒരു കലം മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. പിന്നെ 2 ചീഞ്ചട്ടി മേടിച്ചു, അതുപോലെ മഫ്, അങ്ങനെ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കേച്ചേരി മാർക്കറ്റിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. ഓട്ടോ വിളിച്ചിട്ട് അപ്പോൾ കടയിൽ മോനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് അവനെയും കൂടി വിളിക്കണം. അപ്പോൾ അത് വിചാരിച്ചിട്ട് നേരെ പോവാണ് കേട്ടോ. വീട്ടിൽ ആരില്ലാത്തതാണ് കേട്ടോ അവനെ കടയിലാക്കിയിരിക്കണത്. ഇല്ലയെന്ന് വെച്ചെങ്കിൽ വീട്ടിലാക്കിയിട്ടാണ് പോവുക. അപ്പോൾ അവനെയും കൂടി വിളിച്ചിട്ടുണ്ട്. കുട്ടികൾ മിഠായി വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവൻ മിഠായി എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പോയതാണ്. വീട് എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ആദ്യമോന് നല്ല വാശിയായിരുന്നു കേട്ടോ ഇന്നലെ, നല്ല കരച്ചിലായിരുന്നു, അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ.
അപ്പോൾ സപ്പു ഇവിടെ എല്ലാവർക്കും വിതരണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് കേട്ടോ. കടയിൽ നിന്ന് അത്യാവശ്യം നോക്കിയിട്ടാണ് മേടിച്ചിട്ടുള്ളത്. എന്നാലും വീട്ടിലെത്തിയിട്ട് ഒന്നും കൂടി നോക്കണമല്ലോ, അതൊരു ശീലമാണ്. അതിപ്പോൾ തുണിയായാലും വീട്ടുപകരണങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെ. വീട്ടിലെത്തിയാൽ പിന്നെ അതൊന്നും കൂടി ഒന്ന് കാണണം. അപ്പോൾ ഇതൊരു വേറെ മോഡൽ മഫാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു മോഡൽ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. പിന്നെ ചൂല് മേടിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ അടുങ്ങളിലൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ തീറ്റിക്കാൻ. ഇനി മഗ്‌രിബ് ബാങ്ക് കൊടുക്കണം നേരത്താണ് കേട്ടോ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതുവരെ പാടത്തൊക്കെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ അവരെ തീറ്റിക്കാം. പിന്നെ സപ്പു ഇവിടെ പോത്തിനെ നോക്കുന്നുണ്ട് കേട്ടോ. അവനാണ് കേട്ടോ പോത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ അവന് ഉമ്മയുടെ കൂടെ തന്നെയാണ് കേട്ടോ പോണത്. പിന്നെ തിരുമ്പിയതൊക്കെ പറക്കിയിട്ട് ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ പാത്രം കഴുകാനായിട്ടുണ്ട്. വെറുതെ ഒന്ന് നടന്നാൽ മതി, അപ്പം കിട്ടും ഇവിടെ കഴുകാനുള്ള പാത്രങ്ങൾ. അപ്പോൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഒരൊറ്റ ട്രിപ്പിലാണ്ട് കഴുകാൻ കേട്ടോ. ഇത് ഇവിടെ കഴിയൊന്നുമില്ല കേട്ടോ, ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാനിവിടെ പാത്രം കഴുകുന്നതിൻ്റെ ഒപ്പം തന്നെ നാത്തൂനുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. ഇന്ന് രാത്രിക്കലേക്ക് ചോറ് വെക്കണ്ടെന്നാണ് തീരുമാനിക്കുന്നത് കേട്ടോ. ഞങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറ് വേണ്ട, ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്നിട്ട് ചപ്പാത്തിക്ക് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പണികൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോറടിക്കില്ല. എപ്പോഴും സമയം നമുക്കിങ്ങനെ സംസാരിക്കാനൊക്കെ ഒരാളുള്ള കാരണം ഒരിക്കലും ബോറടിക്കില്ല കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ ഞാനിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒതുക്കി വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവളവിടെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദിശ ഇവിടെ നിന്നിട്ട് ചപ്പാത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. പിന്നെ ഇതിലേക്ക് ഇനി എന്ത് കറി ഉണ്ടാക്കണം അങ്ങനത്തെ ഡിസ്കഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ പച്ചക്കറി ആണല്ലോ വെച്ചത്. മീൻ കറിയാണെന്ന് വെച്ചാൽ പിന്നെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെയൊക്കെ ഓരോ സംസാര വിഷയങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് മാവ് കുഴക്കലൊക്കെ ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് എണ്ണ കൂടി തൂത്തോട്ട് അതൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം രാത്രി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കറി ഉണ്ടാക്കി വെക്കാമെന്ന്. ചപ്പാത്തി ആദ്യമോനെ ഉറക്കിയതിൻ്റെ ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലുള്ളത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ലാത്ത കാരണം കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെരിഞ്ചീരകവും ഏലക്കായും അതുപോലെ തന്നെ പട്ടയുടെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കറിയാമ്പും ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 3 സവോള അങ്ങനെ നുറുക്കിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് അങ്ങനെയുള്ള വെയിറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ എല്ലാതും ഇങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ സവോള ഇവിടെ ഇട്ടിട്ട് തക്കാളി അരിയാൻ പോയിക്കാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതായ കാരണം കൊണ്ട് ഞാനതൊന്നും നന്നാക്കി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. 2 തക്കാളി ചോപ്പറിൽ ഇട്ടിട്ട് 2 വലി വലിച്ചാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇവിടെ ഇരുന്നായിരുന്നു, അതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനില്ലാന്നിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 4 വലിയ ഉരുളൻകിഴങ്ങാണ് ഇട്ടുണ്ടായിരുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂട്ടി മിക്സ് ചെയ്തിട്ട് ഒരല്പം വെള്ളം കൂടി വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് ആവട്ടെ. അപ്പോൾ ഞാനിവിടെ ഈ സമയത്ത് തന്നെ കുറച്ച് ചോറൊന്ന് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാലും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇനി ക്ലീനിങ്ങിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ആ സമയമാകുമ്പോൾ തന്നെ ഇതാ ഈ ഒരു നിലക്കായിട്ടുണ്ട് കേട്ടോ സ്ലാവിൽ. അങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തതിൻ്റെ ആ കച്ചറകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കണേ അതൊന്നും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ആദ്യമോനക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് അവരെ വർക്ക് ചെയ്യേണ്ട ശേഷമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്.
അടുക്കളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് കടന്നപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഓർമ്മ വന്നത്. ഇവിടെ കുറേ തുണികൾ കൊടുന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് തിരുമ്പിയതാണ്. അപ്പം അതൊക്കെ ഇനി ഓരോരുത്തർക്കും ഉള്ളതൊക്കെ ഇങ്ങനെ ഭാഗം വെക്കണം കേട്ടോ. സത്യം പറഞ്ഞിരിക്കുകയെന്ന് വെച്ചെങ്കിൽ ഈ തിരുമ്പിനെക്കാട്ടിയും ഒക്കെ പണിയാണ് കേട്ടോ. അതിങ്ങനെ ഓരോരുത്തർക്കുള്ളത് സെപ്പറേറ്റ് ചെയ്യുക, അതൊക്കെ മടക്കി വെക്കുക, അതിൻ്റെ സ്ഥാനത്തൊക്കെ ഒരുക്കി വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ മോൻ ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്, ഫിദുവാണ് കേട്ടോ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവരിവിടെ പഠിപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓതാണ് ടീച്ചർക്ക് ഓതിയിട്ട് അയച്ചു കൊടുക്കാണ്ട്. അപ്പം അതിന് മുമ്പ് ഒരു വട്ടം അവനിങ്ങനെ ഓതി നോക്കും കേട്ടോ. പിന്നെ ഉണ്ണിമോൾ ഇവിടെ ഇരുന്നിട്ട് കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമോന് നല്ല വാശിയിലാണ് കേട്ടോ. അപ്പം അവനെ ഉറക്കി കൊടുത്തിട്ട് ചപ്പാത്തി പണിക്ക് വന്നതാണ് കേട്ടോ. ഒരു 9:30 9:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ സമയമാകുമ്പോഴത്തേനും. അപ്പം നിശി ഇവിടെ നിന്നിട്ട് ചപ്പാത്തി ഇങ്ങനെ പരത്തുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ചുടുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനൊക്കെ ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ 2 അടുപ്പിലും വെച്ചിട്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചപ്പാത്തി ഞാനിവിടെ പെട്ടെന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോരുത്തർ കഴിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുത്തു, വലിയവരൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നടക്കുന്നുണ്ട്. കൂട്ടാൻ നേരത്തെ ഉണ്ടാക്കിയ കാരണം പിന്നെ കുഴപ്പമില്ല, വരുന്നവർക്ക് ചപ്പാത്തി ചുട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ആ ചൂടോടുകൂട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി ആവും. പിന്നെ ചോറ് ഞാൻ നേരത്തെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ടവർക്ക് ചോറും കഴിക്കാം, അല്ലാത്തവർക്ക് ചപ്പാത്തി കഴിക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് രാത്രിയാകുമ്പോൾ അനിയത്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവള് ഉണ്ണീനെ ഉറക്കാൻ പോയിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത് കേട്ടോ. അവൾ ഉണ്ണീനെ ഉറക്കി വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂട്ട് ഒരുമിച്ചാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറ്. ബാബി പിന്നെ രാത്രി ഫുഡൊന്നും കഴിക്കാറില്ല. പിന്നെ ബാബി ഇവിടെ ഇല്ലല്ലോ, ബാബി ഡയറ്റിങ്ങിലാണ്. ചപ്പാത്തി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഷാനാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഈ അടുക്കളയുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനി ഈ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ടോ. ഇനി ചായ കുടിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് ഇതിനെ ക്ലീൻ ചെയ്യാമല്ലോ കേട്ടോ. ഇനി എല്ലാം കൂട്ട് ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. ഇല്ലാന്ന് വെച്ചാൽ ഇത് കഴുകിയിട്ട് പോകുമ്പോഴത്തേനും അടുത്തത് പിന്നെയും വന്നെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു, അടുക്കള ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 11:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അടുക്കളൊക്കെ ക്ലീനാക്കി ഫുള്ള് പണികളൊക്കെ കഴിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഒരു ദിവസം കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഒരു ഫുൾ ഡേ വ്ളോഗാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. നല്ലൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.